വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കിയ സംഭവമാണ് മലപ്പുറത്ത് നിന്ന് പുറത്തുവരുന്നത്. മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്തലിയാണ് മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതര ആരോപണം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. ഏജന്റ് ഇല്ലാതെ സമീപിച്ചപ്പോൾ നിരന്തരമായി ഫിറ്റ്നസ് നിഷേധിച്ചുവെന്നും തന്റെ മരണത്തിന് ഉത്തരവാദി മോട്ടോർ വാഹന വകുപ്പാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കൈക്കൂലി കൊടുത്തില്ല എന്ന ഏക കാരണം കൊണ്ട് അവർ എൻ്റെ ജീവിതമാർഗം തന്നെ തകർത്തു. സിസ്റ്റത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് എൻ്റെ ആത്മാഹുതി. ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്ന അവസാന ആഗ്രഹമെന്ന നിലയിൽ പറയുന്നുവെന്നും ഷൗക്കത്തലി ഫേസ്ബുക്കിൽ കുറിച്ചു. വീട്ടിൽ മരിച്ച നിലയിലാണ് ഷൗക്കത്തലിയെ കണ്ടെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുന്നുവെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. എന്റെ മരണത്തിന്റെ ഏക ഉത്തരവാദി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിയാണ്. കൈക്കൂലി കൊടുത്തില്ല എന്ന ഏക കാരണം കൊണ്ട് അവരുടെ ജീവിതമാർഗം തന്നെ തകർത്തു. കഴിഞ്ഞ 10 മാസമായി ഞാൻ ഏജന്റാണ്. MVD ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. ഇനി എൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളില്ല. എൻ്റെ EMI മുഴുവൻ മുടങ്ങിക്കഴിഞ്ഞു. ക്രെഡിറ്റ് സ്കോർ 820 നിന്നും 600 താഴ്ന്നു. അതേക്കുറിച്ചെല്ലാം നേരത്തെ പറഞ്ഞല്ലോ. അടുത്ത ഇര നിങ്ങളാവരുത് എന്നാണെങ്കിൽ മരണത്തിന് ശേഷമെങ്കിലും എനിക്ക് നീതി വാങ്ങിത്തരിക എന്നതാണ് ഒരു ഇന്ത്യൻ സിസ്റ്റം എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. എനിക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ കുട്ടിയോ ഒന്നുമില്ല. അതിനാൽ മരണത്തിന് ശേഷം ഇന്ത്യൻ നിയമം അനുസരിച്ച് എൻ്റെ കേസ് നടത്താൻ സ്റ്റേ മാത്രമാണ് ഉള്ളത്. ആ സ്റ്റേറ്റ് കാരണം മരണം വരിക്കേണ്ടി വരുന്നത് എനിക്ക് സംവിധാനത്തിൽ നിന്നും നീതി കിട്ടാൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ഓരോരുത്തരും ശബ്ദമുയർത്തുക എന്നത് മാത്രമാണ് പോംവഴി. ഒരുപക്ഷെ സർക്കാരിലെ ഉന്നതരെയോ കോടതിയെയോ സമീപിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആവശ്യമുള്ള രേഖകൾ സംഘടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊരിക്കലും സിസ്റ്റത്തെ തിരുത്താനുള്ള കാരണമായി മാറില്ല. എന്തെങ്കിലും രേഖകൾ വേണ്ടി എല്ലാവരും കോടതി കയറി ഇറങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള പരിഹാരമല്ലല്ലോ. അതിനാൽ തന്നെ സിസ്റ്റത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് എൻ്റെ ആത്മഹത്യ. മികച്ച ഭരണഘടനയും ജനാധിപത്യവും പ്രവർത്തനക്ഷമമായ സിസ്റ്റവുമുള്ള നമ്മുടെ രാജ്യത്തെ കടുത്ത അഴിമതി നടക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ജനം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നത് തന്നെയാണ്. അതിനാൽ ഞാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. അഴിമതിക്കെതിരെ പോരാടാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. എൻ്റെ വിഷയത്തിൽ എപ്പോഴത്തെയും പോലെ ഒരു അന്വേഷണ പ്രഹസനമാണ് നടക്കുന്നതെന്ന് എങ്കിൽ ഒരു അഴിമതിക്കെതിരെ MVD ഉദ്യോഗസ്ഥർ തീർച്ചയായും രക്ഷപ്പെടും. കാരണം അവർ ഉന്നയിക്കുന്ന വാദം എൻ്റെ വണ്ടി അൺഫിറ്റ് ആണെന്നായിരിക്കും. ഞാൻ ചെയ്ത സ്റ്റീൽ വർക്ക് നിയമവിരുദ്ധമല്ലെന്ന് കഴിഞ്ഞ 2 തവണയും സർട്ടിഫൈ ചെയ്തതും പ്രശസ്ത MVD തന്നെയാണ്. അങ്ങനെയല്ലെന്നും ഈ വണ്ടി അടക്കമുള്ള മറ്റുള്ള വണ്ടികൾക്ക് ഫിറ്റ്നസ് അനുവദിക്കുന്ന സമയത്ത് സ്റ്റീൽ വർക്ക് ഇല്ല എന്നുമുള്ള വാദങ്ങൾ MVD ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം പൊളിക്കാൻ നല്ല രീതിയിൽ അന്വേഷണം നടന്നാൽ മാത്രമേ സാധിക്കൂ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതിയും വിഷയത്തിൽ ഇടപെടണമെന്ന അവസാന ആഗ്രഹമെന്ന നിലയിൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ പറയുന്നത്. വളരെ വിശദമായി എഴുതിയിട്ടുണ്ടെന്നും അഴിമതി തുലയട്ടെ എന്നും അത് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും നശിപ്പിച്ചുവെന്നും ഷൗക്കത്തലി മലപ്പുറത്ത് നിന്ന് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കഴിഞ്ഞ് ഇത്രയും പേർ കാണുമ്പോഴും വളരെയധികം വിഷമമാണ് ഈ ഒരു അവസ്ഥയെപ്പറ്റി തോന്നുന്നത്.